അല്ല, ചേട്ടൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ദേ അവിടെ എല്ലാവരും ചേട്ടനെ ചോദിക്കണ്. എന്തു പറ്റി ചേട്ടാ? എന്താ ചേട്ടാ? നിനക്ക് എന്റെ സ്വത്തുക്കൾ വേണം. പറയടാ, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? കൊട്ടാരം വീടാ അതോ ഈ വീടാ? എന്റെ സമ്പാദ്യങ്ങളാ? എന്താ നിനക്ക് വേണ്ടത്? ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. പക്ഷെ എന്റെ മോള്, അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് ശ്രമിച്ചവരെ ഒന്നിനും ഞാൻ വെറുതെ വിടുകയില്ല. ചേട്ടാ, ചേട്ടൻ എന്താണ് പറ്റിയത്? വേണ്ടാ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂട്ടുകച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം. എന്നെയും എന്റെ മോളെയും ഇനി ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ല. ഇയാൾക്ക് എന്താണ് വട്ടളയെ? അല്ല, അളിയന് ഇതൊരു കാര്യം മനസ്സിലായില്ലേ? കൊട്ടാരം വീട് മാളൂന് സ്ത്രീധനമായി കൊടുക്കുന്ന കാര്യം നമ്മ തമ്മിൽ ഇന്നലെ സംസാരിച്ചില്ലേ? അതറിഞ്ഞപ്പോ മുതലുള്ള ഏനക്കേടായത്. എന്ത് കാര്യത്തിന് ഒറ്റ കെട്ടായി നിന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കാണിച്ച ഒട്ടും ശരിയായില്ല. എടോ, തനിക്ക് കൊട്ടാരം വീട് വേണം. എന്നേക്കാ വലുത് തനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ. അതിലും വലുത് എനിക്ക് എന്റെ മകളാ. താനെന്താണ് മോന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ടാ, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല. അവക്കടെ കല്യാണം നടക്കും. ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ. ഇനി നിനക്കെന്നെ ചതിക്കാൻ സാധിക്കൂലടാ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ചതിച്ചെന്നാ? ഓക്കർത്തരം പറയരുതും. പറയണോ, ഞാൻ എങ്ങനെയാണ് ചതിച്ചേ? എടോ, താനെന്നെ തല്ലിയില്ലേ? എനിക്ക് സങ്കടമില്ലടോ. പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചെന്ന്? അത് ഞാൻ സഹിക്കൂലടോ. ഇങ്ങനത്തെ ഒരുത്തരെ ആണല്ലോടോ ഞാൻ ചേട്ടാന്നും വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്നത്. പുല്ലേ, എന്താണ് നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ഈ നായിന്റെ മുന്നിലൂടെ കഴിഞ്ഞുകൂടാ. മാറോ, പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോടാ. നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ? ആ കല്യാണം നടക്കാൻ പോകില്ല. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല, നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോടെ കഴുത്തി താലി കെട്ടും. എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന? എടോ, അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ. അതിന് ചേട്ടമ്പാവ ഒന്നുകൂടെ ജനിക്കണം. അവൻ മാത്രമല്ല ഇവനും. വല്ല വല്ല വാക്ക് കേട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ല. ഒന്ന് കുഴിച്ചുകൂടല്ലാത്തിനെ ഞാൻ. നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന്. അത് നമുക്ക് നോക്കാവടാ. അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാൾ മതി. അതേടോ, ഇനി ഒരാള് മതി. അതാരാണെന്ന് നമുക്ക് കാണാം. കാണാം. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിന്റെ തീരുമാനം? അവന് അമ്മൂനെ കല്യാണം കഴിക്കണം, അതല്ലേ അതിന്റെ ശരി. അതുമല്ല, ഞാൻ അമ്മൂന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. ഇല്ല, ഞാനിവിടെ പോയി കൊടുത്തത് എന്താ? ചാക്കോ, ഇവൻ മാളൂനെ കെട്ടണമെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് എന്താ വില? കൊട്ടാരം വീട്ടുകാർ വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. ഞങ്ങൾ ചെമ്പകശ്ശേരിക്കാർ ഒട്ടും തെറ്റിക്കില്ല. ഓ, ഒരു ചെമ്പകശ്ശേരിക്കാര് കൊട്ടാരം വീട്ടുകാരുടെ വാലെ കെട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ട് തലയ്ക്ക് സൗകര്യം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. അയ്യോ, അനിയമ്മയുടെ ആൾക്കാരാ. കൊച്ചുമോനാളി, പേടിക്കണ്ട. ഇത് ഞങ്ങളാ, അനിയമ്പാവ മോലാളി അയച്ചതാ.
കൊച്ചുമുതലാളി സുരക്ഷിതരായി കല്യാണപ്പന്തലിൽ എത്തിക്കാൻ വന്നതാ ഞങ്ങള്. ആഹാ, അതാണല്ലേ ഉദ്ദേശം. അത് നടക്കില്ല. വേണ്ട, നടക്കണ്ട, ഞങ്ങൾ കാറെ കൊണ്ടുപോകോളാം. അത് നമുക്ക് കാണാം. കൊച്ചുമുതലാളിയെ ചേട്ടൻ ബാവനെടുത്ത് ഞങ്ങൾ എത്തിക്കും. എന്നാ കാണാനുള്ളവർ കണ്ടോ, അനിയമ്പാവ് കെട്ടിയ പന്തലില് കല്യാണത്തിന് കൊച്ചു മുതലാളി ഉണ്ടാവും. ഇരിക്കുന്നതാ നിങ്ങൾ എന്താടാ ഇതൊക്കെ? ആരാടാ അവന്മാരെ? അവരെ പെണ്ണിന്റെ ആൾക്കാരാ. ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇനി ഒരു നാദസരത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. എന്റെ പ്രേമേന്ദ്രൻ പോയേ. എന്താ പ്രേമേന്ദ്ര കഥ എന്താ? അയ്യോ, അവൻ ചാകാൻ പോണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി കഥ കടച്ചു. കയ്യിൽ വിഷക്കുപ്പി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ശബ്ദം കേൾക്കില്ല. വാതിൽ ചവിട്ടി പൊളിക്കടാ. അതിന് നീ വേണ്ട, ഞങ്ങളുണ്ട്. വാടാ നിങ്ങളും വാടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. ചവിട്ടി പൊളിക്കടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. അങ്ങോട്ട് കയറി എന്നല്ല പറഞ്ഞു. കൊച്ചുമുതലാളി. വാടാ. ഛി, പാരട്ട് കിളവന്മാരെ. എവിടെ അവൻ? ആ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെന്തിനാ നിങ്ങൾ വിളിച്ചു പോയത്? ഇത് ഞങ്ങളുടെ വിടാ, ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചു പോവും. അങ്ങനെ വിളിച്ചു പോവാനൊന്നും നോക്കണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോക്കും. വാടാ. അച്ഛൻ വിഷമിക്കണ്ട. അവന്മാർ അവനെ പൊക്കാനൊന്നും പോണില്ല. അവനെ ഞങ്ങൾ പൊക്കും. വാടാ, അവിടെ നടക്ക്. അത് കൊള്ളാം. തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ എന്താ കാര്യം? ആ, നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വേണ്ടി 2 കല്യാണ പന്തൽ അവിടെ ഒരുങ്ങി കിടക്കുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു പന്തൽ നീ ചെന്നേ പറ്റൂ. വാ, വന്ന് വണ്ടി കയറേ. അനിയമ്പാവയും ചേട്ടമ്പാവയും കൂടി തമ്മിൽ തല്ലെന്ന് കാണാൻ വേണ്ടിട്ടില്ലേ? ആ മോഹം നടക്കാൻ പോകുന്നില്ല. 2 പന്തലിലേക്ക് ഞാൻ വരില്ല. എന്റെ പേരിൽ ഇവിടെ ആരും തമ്മിൽ തല്ലാൻ പോകുന്നില്ല. നീ വരൂലേ? വന്നില്ലെങ്കിലേ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് അറിയാടാ. ഓയ് വണ്ടി കയറാം. വളരെ കേറണം. അടുത്ത് ചുരുട്ടടാ. ആ, വാ, ഇങ്ങനെ. വാ. എന്തെങ്കിലും പറ്റിയോ? അവിടെ പോയി പിടി. ഓടാ, പോയി അടിക്കടാ. ചുരുട്ടി കേട്ടടാ. എന്താടാ പറഞ്ഞേ? അവനെ കാണാനില്ലെന്നാ? അതോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാ? എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? പോടെല്ലാം. അച്ഛാ, അച്ഛൻ ഇനിയും വാശി പിടിക്കരുത്. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട. ചെറിയച്ഛന്റെ ആഗ്രഹം പോലെ മാളുവിന്റെ കല്യാണം നടന്നോട്ടെ. എനിക്ക് കല്യാണം കുടുംബം ഒന്നും വേണ്ട. എന്റെ അച്ഛൻ മാത്രം മതി. മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ ഇതിനൊക്കെ ഇറങ്ങിയത്. ഇനി മോളായിട്ട് അച്ഛനെ തോപ്പിക്കരുത്. നിന്റെ കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒരു പീറ ചരക്കിനെ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടുത്തെ ഉണ്ടകളാടാ തേണ്ടികളെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവനെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. അളിയൻ വിഷമിക്കണ്ട. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവൻ ഇവിടെ എത്തിക്കും. അതുവരെ അവൻ എവിടെയുണ്ടെന്ന് ഒരുത്തനും പിടികിട്ടില്ല. ഉറപ്പാണല്ല? അളിയനോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇപ്പോഴാടാ ശരിക്കും നിങ്ങ എന്റെ അളിയന്മാരായത്.